ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജെഫ് വ്ലോഗ്സ്. ഗൈസ്, അപ്പോൾ ഒരുപാട് നാളായി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ജെഫ് വ്ലോഗൊക്കെ നിർത്തിയോ, പൂട്ടിപ്പോയോ എന്നൊക്കെ. ഗൈസ്, കുറച്ച് എക്സാമിന്റെ തിരക്കും പറ്റിയില്ല. അതെ ഗൈസ്, അപ്പോൾ എക്സാം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. സെമസ്റ്ററിന്റെ മാർക്ക് ഞങ്ങൾ എല്ലാവരും പാസ്സാണ് അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ ആ സന്തോഷത്തിൽ നമ്മൾ എവിടെയാണ് ഗൈസ് പോകാൻ പോകുന്നത്? വർക്കല ക്ലിഫാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. പിന്നെ പ്ലേസ്ഡ് ആയിരിക്കുന്നത് ജീവൻ പ്ലേസ്ഡ് ആയിരിക്കുന്നത് ബേസ് 11. പിന്നെ നമ്മുടെ പാലയിലാണ്. അവിടെ അടിപൊളിയാണ് ഗൈസ്. പോകുകയാണെങ്കിൽ എന്തായാലും ജീവൻ എല്ലാവരും പോയി കാണണം. കല്യാണോ ഫംഗ്ഷനോ എന്നെ കോണ്ടാക്ട് ചെയ്യാം. അതെ, കല്യാണോ ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്റെ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം എനിക്ക് ഓക്കെ, അത് ഭാവിയിലാവട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ജീവന എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. പിന്നെ നമ്മുടെ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് റെജിലിനെ കോണ്ടാക്ട് ചെയ്യാം. അതെ, റെജിലാണ് ഇൻഷുറൻസിന്റെ ആള്. അതെ ഗൈസ്, അപ്പോൾ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യാം. ഗൈസ്, അരവിന്ദ് ഫാഷനിലാണ് ഞാൻ പ്ലേസ്ഡ് ആയിരിക്കുന്നത്. ഇവിടെയല്ല, ആന്ധ്രാപ്രദേശിലാണ്. വിശാഖപട്ടണം മാനേജ്മെന്റ് ട്രെയിനി ആയിട്ടാണ് ഗൈസ്. അപ്പം കാൽവിൻ നമ്മൾ ഈ പോക്കി തന്നെ റെജിലിനെ കാർ ഓടിക്കാൻ പഠിപ്പിക്കുകയാണ്. പോവുകയാണ്. അസിസ്റ്റന്റ് ആശാൻ, നീ നോക്കി ഓടിച്ചോ. ഇത് ഞങ്ങളുടെ സ്റ്റുഡന്റ്. നിങ്ങൾ ഓടിക്കുമ്പോ എന്നെ കൂടെ നോക്കണേ. നോക്കണ പേടിക്കണ്ട. പിന്നെ ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് കുറച്ച് ഈസിയാണ്. മറ്റേ മാനുവൽ ആണെങ്കില് ക്ലച്ച് ഒക്കെ ഉള്ള കാരണം കുറച്ച് ഇതായിരിക്കും. പക്ഷെ ഇതിപ്പോ ഓട്ടോമാറ്റിക് ആണ്ട് റെജിലാണെങ്കിൽ ഇപ്പൊ ഓടിക്കാൻ പറ്റുന്നുണ്ട്. ചവിട്ടണാ ചവിട്ടാൻ ഇവിടെ വർക്കലെത്തോ ഗൈസ്. നമ്മൾ 20-ലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അങ്ങനെ അറ്റ് ലാസ്റ്റ് വർക്കല എത്തിയിരിക്കുകയാണ്. ഏകദേശം 1.5 കിലോമീറ്റർ യാത്ര ചെയ്തു. പോയേന് 1.5 മണിക്കൂർ യാത്ര ചെയ്തു. ഇപ്പൊ സമയം ഏകദേശം 5:30 കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ 2 ചൂട് ചായയൊക്കെ കുടിച്ചു. റജിലെന്തിനാ അങ്ങോട്ട് ഗൈസ്, അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേനും വളരെ മനോഹാരിതമായ ബീച്ചാണ് കേട്ടോ. ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലാണെങ്കിൽ തന്നെ ഇത്ര ഒരു വൈഡ് വ്യൂ കിട്ടില്ല. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആരും എങ്ങനെ മടിച്ച് കരയിലൊന്നും നിൽക്കില്ല. കാരണം ബീച്ചിൽ ഇറങ്ങാനായിട്ട് തിടുക്കം കൂട്ടും കണ്ടോ. പിന്നെ ഗൈസ്, ഇവിടെ ഒരുപാട് കഫേസ് ഉണ്ട്, റിസോർട്ടുകളുണ്ട് അല്ലേ? എടാ, നമുക്ക് എങ്ങനെ ഇറങ്ങണ്ടേ? വെള്ളത്തിലിറങ്ങണമെന്നുണ്ട്. പക്ഷെ സ്വിമ്മിങ് സൂട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ചണ്ടിപ്പത്തിറക്കാം. അപ്പൊ നമുക്ക് ഈ സമയത്താണ് എന്ന് പറയുമ്പോൾ ഒരു 5:15 സമയത്തൊക്കെയാണ് നമുക്ക് വർക്കലയിൽ വരാനായിട്ട് കുറച്ചും കൂടെ നല്ല ടൈം എന്ന് പറയുമ്പോൾ. ഇല്ലെങ്കിൽ ഉച്ച ഒരു 3 മണി 4 മണിയൊക്കെ ആണെങ്കിൽ തന്നെ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ഇപ്പൊ തന്നെ സൺസെറ്റ് ആയിട്ടില്ല. പിന്നെ ഇരിക്കാനായിട്ട് നല്ലൊരു രസമാണ്. പിന്നെ പ്രത്യേകം വർക്കല ഫേമസ് എന്ന് പറയുമ്പോഴത്തേനും നൈറ്റ് ലൈഫിലാണ് കേട്ടോ. നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഗൈസ്, അവിടെ കണ്ടോ, അവിടെ ദൂരത്തോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആക്ടിവിറ്റീസ് ഉണ്ട്, ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് പോകുന്നുണ്ടോ? ഓ ഗായ്സ്, അപ്പം ഞങ്ങള് വെള്ളത്തിലൊക്കെ കുളിച്ചു. അടിപൊളി വൈബായിരുന്നു കേട്ടോ. നല്ല സീൻ അല്ലേ, നല്ല വലിയ തിരമാലകൾ. സർഫിങ് ചെയ്യാൻ കുറച്ച് ഉള്ളിലോട്ട് പോകണം കേട്ടോ നമ്മള്. ഓക്കെ, ഇനി നമുക്ക് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാമല്ലേ? നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാന്ന് വെച്ചാൽ കഫേ ആണ്. ലൈറ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്.
നമുക്ക് എന്താണെന്ന് പോയി നോക്കാം. ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതെന്താ കൽക്കണ്ടോ? അത് കൊള്ളാം. ക്രിസ്മസ് ട്രീയിലൊക്കെ നമുക്ക് ഇത് വേണം തൂക്കിയിടാം കേട്ടോ. ഇത് നോക്കിയേ. ഇവിടെ ഓ ഇത് ക്യൂട്ടാണ് ഗൈസ്. എത്രയാന്ന് ചോദിച്ചേ ഭയ്യ ഓക്കെ തന്നെ 120. ഈ കുഞ്ഞു സാധനത്തിന് 120. ഓ മൈ ഗോഡ്, ഞാൻ ഉണ്ടാക്കിക്കോളാം അത്. ബാ വേറെ വേണ്ട. റജിന് ഫ്രണ്ടിൽ കയറി ഇരിക്കും, ആൾക്കാർക്ക് നടക്കണ്ട്. വ്യൂ ഫ്രെയിമിൽ കയറി നിൽക്കിയത്. ഗൈസ് ഇതൊക്കെ റിസോർട്ടാണ്. ഇതൊക്കെ റിസോർട്ടാണ്. അപ്പോൾ നമുക്കിവിടെ സർഫിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള നമുക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റിയതാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ വരുന്നത് ജ്വല്ലറീസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാം കേട്ടോ. ഇവിടെ മെയിനായിട്ട് ജ്വല്ലറി ഐറ്റംസും പിന്നെ കഫേസും ആണ്. കഫേയിലൊക്കെ ഇവിടെ ഒരു നോർമൽ ടീക്ക് തന്നെ കോഫിക്കൊക്കെ 50-70 റുപ്പീസൊക്കെ ആണ് കേട്ടോ. ഗൈസ് ഫ്രഷ് മീൻ പിടിച്ചിട്ട് ഇവിടെ പൊള്ളിച്ചു കൊടുക്കുന്നതായിരിക്കും. ഇത് ചെയിൻ കവർ അല്ലേടാ? ഇപ്പോൾ ട്രിവാൻഡ്രത്തെ സെക്കൻഡ് ഡേ ആയിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ അത്. ട്രിവാൻഡ്രം നമ്മൾ കരിങ്കുരങ്ങ് എന്ന് പറഞ്ഞ് കളിയാക്കാറേ ഉള്ളൂ.